മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ സംരക്ഷണവും സഹായവും സമാധാനവും നിങ്ങളിലും നിങ്ങളുടെ ഭവനങ്ങളിലും ഇന്ന് ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാമത്തെ ലേഖനത്തിന്റെ 2-ാമത്തെ അധ്യായത്തിന്റെ 25-ാമത്തെ തിരുവചനത്തില് നാം വായിക്കുകയാണ്, അവൻ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം നിത്യജീവനാണ് എന്ന്. ഈശോയുടെ അരികിൽ വന്നു കഴിഞ്ഞാൽ, ഈശോയോട് ചേർന്ന് നിന്നാൽ, ഈശോയെ സ്നേഹിച്ചാൽ നമുക്ക് അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് നിത്യജീവനാണ്. ഈശോ ഈ ലോകത്തിലേക്ക് കടന്നു വന്നതും നമുക്ക് നിത്യജീവൻ നേടിത്തരുന്നതിന് വേണ്ടിയിട്ടാണ്. ഇന്ന് പലപ്പോഴും നമ്മൾ ഈശോയെ സമീപിക്കുന്ന പല കാര്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പലരും ഈശോയുടെ അരികിലേക്ക് ദൈവമക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നത്, ഈശോയുടെ അരികിൽ വന്നാൽ ഭവനം കിട്ടും, ഈശോയുടെ അരികിൽ വന്നാൽ സമ്പത്ത് കിട്ടും, ഈശോയുടെ അരികിൽ വന്നാൽ പലതും കിട്ടും, ഇങ്ങനെ പല മോഹന വാഗ്ദാനങ്ങളും കൊടുത്തുകൊണ്ടാണ് ഈശോയിലേക്ക് ഇന്ന് പലപ്പോഴും ദൈവമക്കളെ ആകർഷിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആകർഷകമായ ഒരു വാഗ്ദാനവും ദൈവം നമുക്ക് തന്നിട്ടില്ല. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഏക വാഗ്ദാനം അത് നിത്യജീവനാണ്. കാരണം ഈ ഭൂമിയിൽ നിത്യമായിട്ട് ജീവിക്കേണ്ടവരല്ല നമ്മൾ ആരും. ഈ ഭൂമിയിലെ ക്ഷണികമായ ജീവിതത്തിന് ശേഷം നിത്യമായിട്ട് നമ്മൾ ജീവിക്കേണ്ട ഒരു ഇടമുണ്ട്. ആ ഇടത്തെ നമുക്ക് വാഗ്ദാനം ചെയ്തവനാണ് കർത്താവ്. കർത്താവിനോട് നമ്മൾ ഓരോരുത്തരും ചേർന്നിരുന്നാല്, കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ വിശുദ്ധിയിൽ നമ്മൾ ജീവിച്ചാല്, കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ അവിടുത്തെ നമ്മൾ സ്നേഹിച്ചാല്, നിത്യമായിട്ട് വസിക്കാനായ ഒരിടം കർത്താവ് നമുക്ക് സജ്ജമാക്കി തരും. പ്രിയപ്പെട്ടവരെ, മറ്റു പ്രലോഭനങ്ങളിൽ ഒന്നും വീണ് മറ്റു വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ആരും കർത്താവിന്റെ പിന്നാലെ പോകണ്ട. കർത്താവിന്റെ പിന്നാലെ നിത്യജീവൻ നേടിയെടുക്കാൻ പോയാൽ മതി. കരങ്ങളെ യാചനയോടെ വിളിച്ച് ഈശോയെ നിത്യജീവൻ എനിക്ക് നേടിത്തരണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യജീവൻ ഞങ്ങൾക്ക് അങ്ങ് വാങ്ങിത്തരണമേ. നിത്യജീവൻ നേടിയെടുക്കത്തക്ക വിധത്തിലുള്ള ഒരു ജീവിതം ഈ ഭൂമിയിൽ നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിന് തടസ്സമായിട്ട് ഞങ്ങളിൽ പ്രവർത്തിക്കുന്ന തിന്മയുടെ അരൂപികളെയും പൈശാചിക ശക്തികളെയും അങ്ങ് നിർവീര്യമാക്കണമേ. കർത്താവെ, അങ്ങയുടെ ശക്തി ഇവരിലേക്ക് ഒഴുകി ഇവരിൽ നിന്നും, ഇവരുടെ ഭവനങ്ങളിൽ നിന്ന്, ഇവരുടെ അധ്വാന മേഖലകളിൽ നിന്ന് എല്ലാ തിന്മകളും ബന്ധനങ്ങളും പിശാചിന്റെ എല്ലാ ഉപദ്രവങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. അന്ധകാര ശക്തികൾ വിട്ടുപോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ദുർശക്തികൾ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. പരാജയങ്ങൾ വിട്ടുപോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.